ഹരി ഓം. ഭാഗവതം 4-ാം സ്കന്ധം 30-ാം അധ്യായം. 31, 32 അധ്യായങ്ങളാണുള്ളത്. അതിൽ 30-ാം അധ്യായമാണ് ഇത് നമുക്ക് നോക്കേണ്ടത്. അതിനകത്ത് 51 ശ്ലോകങ്ങളുണ്ട്. ശ്രീ നാരായണ സ്വാമി പ്രചേതസ്സുകൾക്ക് വരം നൽകുന്നു. ഈ അധ്യായത്തിൽ പ്രചേതസ്സുകളുടെ ആ കഥ പറഞ്ഞു തീർക്കുക. വിതുര മൈത്രേയ സംവാദത്തിലെ വിതുര ഉവാച. മറ്റേത് ആ കഥ മറ്റേത് കൊണ്ട് തീർന്നു. കഴിഞ്ഞ അധ്യായം കൊണ്ട് പുരഞ്ജനൻ്റെ കഥയും പ്രാചീന ബർഹിസും നാരദനും തമ്മിലുള്ള ആ സംവാദവും കഴിഞ്ഞതിന് ശേഷം വിതുരരും മൈത്രേയരും തമ്മിലുള്ള സംഭാഷണമാണ്. ശരിയായിട്ടുള്ള ഭാഗവതം പറഞ്ഞു വരിക. വിതുരരോട് മൈത്രേയർ കഥ പറയുന്നു. വിതുര ഉവാച. അപ്പോൾ സംശയങ്ങളായിരിക്കും ചോദിക്കുന്നത്. വിതുര ഉവാച. യേ ത്വയാഭിഹിത ബ്രഹ്മൻ സുധാ പ്രാചീന ബർഹിഷഃ തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാപുപ്രതോഷ്യകാം. അപ്പം രുദ്രഗീതമൊക്കെ ഈ കഴിഞ്ഞ അധ്യായത്തിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ അധ്യായമല്ല, കഴിഞ്ഞ ആ പ്രകരണത്തിലായിരുന്നു. ഏത് പുരഞ്ജനോപാഖ്യാനത്തിനകത്ത് പ്രാചീന ബർഹിസിൻ്റെ കഥയ്ക്കകത്ത് പറഞ്ഞതാണ് ആ രുദ്രഗീതം. അതായത് രുദ്രൻ, അതായത് മഹാദേവൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ള, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന ഇതാണ്. അല്ലാതെ ശിവനെ പ്രാർത്ഥിക്കുന്ന ശിവനോടുള്ള ഒരു പ്രാർത്ഥനയല്ലത് കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ല. മഹാദേവൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിയാണ് ഈ രുദ്രഗീതം. രുദ്രൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നു. അതാണ് അതിൻ്റെ പ്രാധാന്യവും. വിതുരർ പറഞ്ഞു. ഇത് നമ്മൾ വായിച്ച ശ്ലോകം 1. ഏ ത്വയാഭിഹിത ബ്രഹ്മൻ സുധാ പ്രാചീന ബർഹിഷഃ തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാപു പ്രതോഷ്യകാം. അല്ലയോ ബ്രഹ്മൻ, അങ്ങ് മുമ്പ് പറഞ്ഞ ആ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ, അവരാണല്ലോ പ്രചേതസ്സുകൾ, രുദ്രഗീതം എന്ന ആ സ്തോത്രത്താൽ ഭഗവാനെ സന്തോഷിപ്പിച്ച് എന്താണ് നേടിയത്? ഏത് സിദ്ധിയാണ്? ഏത് സിദ്ധിയാണ് അവർക്ക് കിട്ടിയത്? കിം ബാർഹസ്പത്യേഹ പരത്രവാധ കൈവല്യനാഥ പ്രിയ പാർശ്വവർത്തിനഃ ആസാദ്യദേവം ഗിരിശം യദൃച്ഛയാ പ്രാപുപരം നൂനമധ പ്രചേതസഃ. കിം ബാർഹസ്പത്യേഹ പരത്രവാധ കൈവല്യനാഥ പ്രിയ പാർശ്വവർത്തിനഃ ആസാദ്യ ദേവം ഗിരിശം യദൃച്ഛയാ പ്രാപുഃപരം എന്ന് വായിക്കണം. നൂനമധ പ്രചേതസഃ. ബൃഹസ്പതിയുടെ ശിഷ്യ, മുക്തിപ്രദനായ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വിതുരർ ചോദിക്കാം മൈത്രേയനോട്. ബൃഹസ്പതിയുടെ ശിഷ്യ, അതായത് ബൃഹസ്പതിയുടെ ശിഷ്യനായ ആണ് മൈത്രേയൻ. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ സംബോധന അങ്ങനെ വന്നത്. ബാർഹസ്പതി ശിഷ്യ, ഈ മുക്തിദായകനായ നാരായണൻ എങ്ങനെയാണ് പരമേശ്വരൻ്റെ അനുഗ്രഹപാത്രമായി തീർന്ന പ്രചേതസ്സുകൾക്ക് യാദൃച്ഛികമായിട്ട് ഈ മഹാദേവനെ പ്രാപിച്ച് പരമസിദ്ധി കിട്ടി എന്നതിലൊരു സംശയമില്ല. അതിനു മുമ്പ് ഈ ലോകത്തിലും പരലോകത്തിലും എന്ത് നേടി ആ പ്രചേതസ്സുകൾ? മൈത്രേയ ഉവാച. പ്രചേതസോന്തരുദധൗ പിതുരാദേശകാരിണഃ ജപയജ്ഞേന തപസാ പുരഞ്ജനം അതോഷയൻ. അതിനകത്ത് തിരുത്താനൊന്നുമില്ല. പ്രചേതസ്സുകൾ തൻ്റെ പിതാവിൻ്റെ ആജ്ഞാനുവർത്തികളായി, അതായത് പ്രാചീന ബർഹിസിൻ്റെ ആജ്ഞാവർത്തികളായി സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തിരുന്ന് ജപയജ്ഞം കൊണ്ടും തപസ്സുകൊണ്ടും പുരഞ്ജനനെ സന്തോഷിപ്പിച്ചു, സാക്ഷാൽ ഭഗവാനെ സന്തോഷിപ്പിച്ചു. ദശവർഷസഹസ്രാന്തേ പുരുഷസ്തു സനാതനഃ തേഷാം ആവിരഭോത്കൃച്ഛ്രം ശാന്തേന ശമയൻ രുചാം. അതുപോലെ ദശവർഷസഹസ്രാന്തേ 10,000 സംവത്സരം കഴിഞ്ഞപ്പോൾ ആദിമന്തവുമില്ലാത്ത ഒരു എന്നും നിലനിൽക്കുന്നതായ ആ സനാതനനായ ആ ഭഗവാൻ അവരുടെ ആ തപസ്സിൻ്റെ ബുദ്ധിമുട്ട്, തപസ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് കണ്ടിട്ട് തൻ്റെ ദിവ്യശക്തി കൊണ്ട് അവരെ ദുഃഖം ശമിപ്പിച്ച് ശാന്തമായ തൻ്റെ ശാന്താകാരം ഭുജഗശയനം, ഭഗവാന്റെ രൂപം അങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ, ആ ശാന്തമായ സ്വരൂപത്തോടു കൂടി അവിടെ ആവിർഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ദേശകാരണം ആവിരഭൂത് കണ്ടോ, ആവിർഭവിച്ചു. തേഷാം ആവിരഭൂത് കൃച്ഛ്രം ശാന്തേന ശമയൻ രുചാ സുപർണസ്കന്ധമാരൂഢോ മേരുശൃംഗം ഇവ അംബുദഃ പീതവാസ മണിഗ്രീവ കുർവൻ വിതിമിരാ ദിശഃ കാശിഷ്ണുനാം കനകവർണവിഭൂഷണേന ഭ്രാജത് കപോലവദനോ വിലസത് കിരീടഃ അഷ്ടായുധൈരനുചരൈർമുനിഭിः സുരേന്ദ്രൈः ആസേവിതോ ഗരുഡകിന്നരഗീതകീർത്തിഃ. ഇതൊക്കെ ഭാഗവതം സ്ഥിരം വായിക്കുന്നവർക്ക് വളരെ പരിചിതമായ ശ്ലോകങ്ങളാണ് ഇതൊക്കെ. എന്നാൽ അത് വളരെ ലളിതമാണ്. കാശിഷ്ണുന കനകവർണ വിഭൂഷണേന ഭ്രാജത് കപോലവദനോ വിലസത് കിരീടഃ അഷ്ടായുധൈരനുചരൈർമുനിഭിः സുരേന്ദ്രൈർ ആസേവിതോ ഗരുഡകിന്നരഗീതകീർത്തിഃ പീനായതാഷ്ടഭുജമണ്ഡലമധ്യലക്ഷ്മ്യാ സ്പർദ്ധശ്രിയാ പരിവൃതോ വനമാലയാദ്യ ബർഹിഷ്മത പുരുഷ ആഹസുതാൻ പ്രപന്നാൻ പർജന്യനാദരുതയാ സഘൃണാവലോകഃ. 3 ശ്ലോകം കൂടെ ഒന്നിച്ച്. അതായത് മേരുപർവ്വതത്തിൻ്റെ കൊടുമുടിയെ മേഘം തൊടുന്നത് പോലെ ഗരുഡൻ്റെ പുറത്തേറി എന്നൊക്കെ, അതൊക്കെ ആലങ്കാരികമായിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട്. ഗരുഡൻ്റെ കഴുത്തിൽ ഏറി എങ്ങനെയാണ് മഞ്ഞപ്പട്ടുടുത്ത് ഭഗവാന്റെ വർണ്ണം അതാണ് ഇവിടെ ഭഗവാനെ ഒന്ന് വർണ്ണിച്ചിട്ടുണ്ട്. പീതവാസ മണിഗ്രീവ കുറുവൻ വിതിമിരാദിശ മഞ്ഞപ്പട്ടെടുത്ത കൗസ്തുഭം കഴുത്തിൽ ധരിച്ച് മഹാവിഷ്ണുവിൻ്റെ സ്ഥിരമായ അടയാളങ്ങളോടുകൂടി ഗരുഡോപരി അതുപോലെ ദിക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ടും സ്വർണ്ണമയമായ കുണ്ടലാദികൾ തിളങ്ങുന്ന കവിൾത്തടത്തോട്ടും സുന്ദരമായ മുഖത്തോടും അതുപോലെ മിന്നുന്ന കിരീടം ധരിച്ചവനും ആയുധങ്ങളാലും പിന്നെ ചുറ്റിനും പാർഷദന്മാരാലും ഒക്കെ മുനിമാരാലും ദേവന്മാരാലും ഒക്കെ സേവിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ആയാലല്ലേ ഒരു വലിയ ആളാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ മന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ പരിവാരങ്ങളോടുകൂടി സഞ്ചരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ കൂടി അങ്ങനെ ഉണ്ടായിരുന്നു. ഗരുഡനാകുന്ന കിന്നരനാൽ ചിറകുകളുടെ അടിച്ച ശബ്ദമുണ്ടാക്കുന്ന ആ ഗാനത്താൽ സ്തുതിക്കപ്പെട്ടും അതുപോലെ തടിച്ച് നീണ്ട കൈകളുടെ മധ്യത്തിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയോടും സ്പർദ്ധിക്കുന്ന വനമാലയാൽ ചുറ്റപ്പെട്ടും ഭഗവാൻ കരുണാകടാക്ഷത്തോടെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ പ്രാചീന ബർഹിസിൻ്റെ പുത്രനോട്, പുത്രൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഇവരെ പ്രചേതസ്സുകളെ അവർ ഒന്നായിട്ടാണ് കരുതിയിരിക്കുന്നത്. പ്രചേതസ്സുകൾ പുത്രനോട് അതുകൊണ്ട് ഏകവചനത്തിലാണ് പറയുന്നതും. മേഘഗംഭീര വാക്കിൽ ഇപ്രകാരം പറഞ്ഞു. എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. അത് അതിനകത്തൊന്നും ഇല്ല തിരുത്താനൊന്നും. പീനായത അഷ്ടഭുജ മണ്ഡല മധ്യലക്ഷ്മിയ സ്പർദ്ധശ്രിയ പരിവൃതോ വനമാലയാദ്യ ബർഹിഷ്മസിൻ്റെ പുത്രന്മാർ ബർഹിഷ്മത പുരുഷ ആഹസുതാൻ ബർഹിഷ്മൻ്റെ പുത്രന്മാർ പ്രപന്നാൻ പർജന്യനാദരുദയ സഘൃണാവലോക. പുത്രൻ മേഘഗംഭീരമായ വാക്കുകളാൽ നാദരുചയ പർജന്യനാദരുദയ മേഘഗംഭീരമായ വാക്കിനാൽ ഇപ്രകാരം ഇതുപോലെ പറഞ്ഞു. എന്താണ്? ശ്രീഭഗവാനുവാച വരം വൃണീധ്വം ഭദ്രം വോ യൂയം മേ നൃപനന്ദനാഃ സൗഹാർദ്ദേന പൃഥക് ധർമ്മാ തുഷ്ടോഹം സൗഹൃദേന വഹ. രാജപുത്രന്മാരെ, നിങ്ങൾക്ക് സർവ്വമംഗളങ്ങളും ഉണ്ടാവട്ടെ. എന്നിൽ നിന്ന് നിങ്ങൾ വരം വാങ്ങിക്കൊള്ളുക. ഞാൻ എന്ത് വരമായാലും തരാൻ സന്നദ്ധനാണ്. അതുപോലെ സൗഹാർദ്ദം ഉള്ളതുകൊണ്ട് ഒരേ ധർമ്മത്തോടു കൂടിയ പ്രതേജസ്സുകളെ നിങ്ങളെല്ലാം ഒരേപോലത്തെ സ്വഭാവത്തോടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സൗഹാർദ്ദം കൊണ്ട് ഞാൻ വളരെയധികം സന്തുഷ്ടനായിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. യോനോ സ്മരതി സന്ധ്യായാം യുഷ്മാനനുദിനം നരഃ തസ്യ ഭ്രാതൃഷ്വാത്മസാമ്യം തഥാ ഭൂതേഷു സൗഹൃദം. യോനോ സ്മരതി സന്ധ്യായാം യുഷ്മാനനുദിനം നരഃ തസ്യ ഭ്രാതൃഷ്വാത്മസാമ്യം തഥാ ഭൂതേഷു സൗഹൃദം. ഓരോ ദിവസവും യോനു സ്മൃതി സന്ധ്യായം യുഷ്മത അനുദിനം ഓരോ ദിനം പ്രതി സന്ധ്യയ്ക്ക് നിങ്ങളെ സ്മരിക്കുന്നവന്, അതായത് പ്രചേതസ്സുകളെ സ്മരിക്കുന്നവന് സഹോദരന്മാരിലും സർവ്വപ്രാണികളിലും ആത്മഭാവം, നമ്മൾ സ്വന്തം സഹോദരങ്ങളിലും അതുപോലെ തന്നെ ചുറ്റിനും കാണുന്ന സകല ജീവികളിലും
ആത്മസ്വരൂപത്തിൻ്റെ ഭാവം, അതായത് എൻ്റെ ആത്മാവിലിരിക്കുന്നതും ആ ജീവിയുടെ ആത്മാവിലിരിക്കുന്നതും എൻ്റെ സഹോദരൻ്റെ ആത്മാവിലിരിക്കുന്നതും എൻ്റെ പിതാവിൻ്റെ ആത്മാവിലിരിക്കുന്നതും എൻ്റെ മക്കളുടെ ആത്മാവിലിരിക്കുന്നതും എല്ലാം ഒന്നാണ് എന്നുള്ള ആ സൗഹാർദ്ദം ഉണ്ടാകും. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രചേതസ്സുകളെ സ്മരിക്കുന്നവനതിനായിരിക്കും ഇങ്ങനെയൊരു കഥ ഭാഗവതത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. പ്രചേതസ്സുകൾ ഒന്നായിട്ട് എത്രയും പേരെ, വലിയൊരു സംഖ്യയുള്ള അത്രയും 10,000 പേരെ ഒന്നായിട്ട് ഒറ്റ ഒരാളായിട്ട് കരുതിയിരിക്കുന്ന അങ്ങനെ ഒരു സങ്കല്പം പിന്നെ കഥകളിലും എഴുതാൻ മറന്നിട്ടില്ല ഇവിടെ വ്യാസഭഗവാൻ, അല്ലേ? വസുധൈക കുടുംബകം എന്ന് നമ്മൾ ഭാരതീയ സംസ്കാരത്തിനെക്കുറിച്ച് പറയും. എല്ലാം ഈ ലോകം മുഴുവൻ ഒരു കുടുംബമായിട്ട് കാണുന്ന അതിനുള്ള ഒരു ഉദാഹരണവും കൂടി ഇവിടെ ഭാഗവതത്തിൽ കഥാകാരൻ എഴുതി ചേർത്തിരിക്കുന്നുണ്ട്. യേതു മാം രുദ്രഗീതേന സായം പ്രാതഃ സമാഹിതാഃ സ്തുവന്ത്യഹം കാമവരാൻ ദാസ്യേ പ്രജ്ഞാം ച ശോഭനാം. സ്തുവന്തി അഹം, ആ സാ വേണ്ടതാണ് കേട്ടോ, വേണ്ടതാണ്. സ്തുവന്തി അഹം, എന്നെ സ്തുതിക്കുന്നതാ. ഏകാഗ്രചിത്തനായി ഏതുമാം രുദ്രഗീതേന സായം പ്രാതഃ സമാഹിത, എന്നെ രുദ്രഗീതം കൊണ്ട് സന്ധ്യയ്ക്കും പ്രഭാതത്തിലും സ്തുതിക്കുന്നവർക്ക് അതാ സ്തുവന്തി അഹം കാമവരാൻ ദാസ്യേ പ്രജ്ഞാം ച ശോഭനാം. ഞാൻ സർവ്വ അഭീഷ്ടങ്ങളെയും നൽകി പരിശുദ്ധ ജ്ഞാനവും നിങ്ങൾ അത് ചൊല്ലുന്നവർക്ക് നൽകും. യദ്യോയം വിദുരാദേശം ആഗ്രഹീഷ്ട മുദാന്വിത അഥോവ ഉശതി കീർത്തിർ, അവിടെ നിർത്തുക. ലോകാൻ അനുഭവിഷ്യതി യത് യൂയം വിദുരാദേശം അഗ്രഹീഷ്ട മുദാന്വിത. നിങ്ങൾ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് സന്തോഷം കൈക്കൊണ്ടതിനാൽ, സസന്തോഷം ആ പിതാവിൻ്റെ ആജ്ഞയെ കൈക്കൊണ്ടതിനാൽ നിങ്ങളുടെ ആ ശോഭന കീർത്തി ലോകത്തിലെങ്ങും വ്യാപിക്കും. ഭവിതാ വിശ്രുതപുത്രോ നവമോ പുത്ര അനവമോ ഭവിതാ വിശ്രുതപുത്രോ നവമോ ബ്രഹ്മണോ ഗുണൈഃ യ ഏതാമാത്മവീര്യേണ ത്രിലോകീം പൂരയിഷ്യതി. ഗുണം കൊണ്ട് ബ്രഹ്മാവിൽ നിന്ന് ഒട്ടും താഴെയല്ലാത്ത പ്രസിദ്ധരുമായ പുത്രൻ നിങ്ങൾക്കുണ്ടാകും. ആ ബ്രഹ്മാവിന് തുല്യനായ ഒരു പുത്രൻ നിങ്ങൾക്കുണ്ടാകും. അവന് തൻ്റെ സന്താന പരമ്പരയാൽ ഈ 3 ലോകവും നിറയ്ക്കും. നിങ്ങൾക്കൊരു പുത്രൻ ഉണ്ടാകും. അവൻ എവിടെയായി ലോകം മുഴുവൻ തൻ്റെ സന്താന പരമ്പരയാൽ. കാരണം സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്തത്. പ്രചേതസ്സുകളൊക്കെ തപസ് ചെയ്യാനായിട്ട് പോകാൻ നാരദർ പ്രേരിപ്പിച്ചല്ല ഈ പിന്നെ പ്രാചീന ബർഗീഷിൻ്റെയൊക്കെ പുത്രന്മാരും എല്ലാം ഇങ്ങനെ പോയപ്പോൾ ആരുമില്ല, പിന്നെ പ്രജ വർദ്ധിക്കുന്നില്ല, ലോകം വർദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭം വന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഈ തപസ് ചെയ്ത് അവർക്കൊരു അനുഗ്രഹം അങ്ങ് കൊടുക്കുന്നത്. ബ്രഹ്മാവിൽ നിന്ന് ഒട്ടും കുറവല്ലാത്ത, അതായത് ബ്രഹ്മാവിന് തുല്യനായ ഒരു പുത്രനുണ്ടാകും. അവൻ തൻ്റെ സന്താന പരമ്പര കൊണ്ട് ഈ ലോകം മുഴുവൻ നിറയ്ക്കും. ഈ 3 ലോകവും നിറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭവിതാ വിശ്രുത പുത്രോ നവമോ ബ്രഹ്മണോ ഗുണൈഃ യ ഏതാം ആത്മവീര്യേണ ത്രിലോകീം പൂരയിഷ്യതി. കുണ്ടോ പ്രമ്ലോജയാ ലബ്ധാ കന്യാ കമലലോചന താം ചാപവിദ്ധാം ജഗൃഹുർ ഭൂരുഹ നൃപനന്ദന. താം ചാപവിദ്ധാം ജഗൃഹുർ, എന്നിട്ട് ഭൂരുഹ നൃപനന്ദന. അവിടെയാണ് നിർത്തേണ്ടത്. നിർത്തുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് വായിച്ച് പോന്നാൽ മതി. കുണ്ടോ പ്രമ്ലോജയാ ലബ്ധ കന്യാ കമലലോചന താം ചാപവിദ്ധാം ജഗൃഹുർഭൂരുഹ നൃപനന്ദന. സുന്ദരിയായിട്ട് ഒരു കന്യക കണ്ടു എന്നൊരു മഹർഷിയുണ്ട്. കണ്ടുവിൻ്റെ ജഗൃഹുർ കണ്ടോഹോ, അതായത് കണ്ടു എന്ന മഹർഷിക്ക് പ്രമ്ലോജയ എന്നാണ് ആ മകളുടെ പേര്. കണ്ടോ പ്രമ്ലോജയാ ലബ്ധ കന്യ, അങ്ങനൊരു കന്യ. പ്രമ്ലോജ എന്ന അപ്സരസിൽ ഒരു കണ്ടു എന്ന മഹർഷിക്ക് പ്രമ്ലോജ എന്ന അപ്സരസിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പുത്രി, ഒരു കന്യക. ആ നൃപകുമാരന്മാരെ ഈ പ്രജകളോട് പറയുകയാണ്, അപ്സരസിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. അപ്സരസ് ഈ കുട്ടികളെ ഒന്നും വളർത്തുകയില്ല, അവർ സ്വർവേശ്യകളാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് കുട്ടികളെ വളർത്ത കുടുംബമൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ബന്ധത്തിലൊരു കുട്ടി ഉണ്ടായാൽ അവരതിനെ വിട്ടിട്ട് പോകും. നമ്മൾ പല കഥകളിലും കേട്ടിട്ടുണ്ട്. ശകുന്തളയുടെ കഥയൊക്കെ മേനകയ്ക്ക് കുട്ടി ഉണ്ടായപ്പോൾ മേനകയുടെ മകളാണല്ലോ, ശകുന്തളയെ വിട്ടിട്ട് പോയി. ശകുന്തങ്ങൾ വളർത്തിയ കൊണ്ട് പേര് ശകുന്തളയെന്നായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതുപോലെ ഈ അപ്സരസുകൾക്ക് കുട്ടികളുണ്ടായാൽ അവരതിനെ വളർത്തുന്നില്ല, കുട്ടിയെ അവരിട്ടിട്ട് പോകും. അങ്ങനെ ആ ഉപേക്ഷിക്കപ്പെട്ട കന്യകയെ വൃക്ഷദേവതകളാണ് എടുത്ത് വളർത്തിയത്. അതുകൊണ്ട് ആ കുട്ടിക്ക് പേരുണ്ടായ കഥയൊക്കെ പറയുന്നുണ്ട്. മരുത്തുകൾ വളർത്തിയ കൊണ്ട് ആ പേര് പറയുന്നുണ്ട് ഇവിടെ. മാരിഷ എന്നല്ലേ പേര്, അങ്ങനെ ഓർക്കുന്നത്. ഇനി വരുവേ, അടുത്ത 3-4 ശ്ലോകത്തിലിടയ്ക്ക് വരും മാരിഷ. വൃക്ഷങ്ങൾ വളർത്തിക്കൊണ്ടാണ് ആ പേര് വന്നത്. കണ്ടോ പ്രംളോജയാ ലബ്ധ കന്യാ കമലലോചന താം ജാപവിദ്ധാം ജഗൃഹുർഭൂരുഹാ നൃപനന്ദനാം ക്ഷുത്ക്ഷാമായ മുഖേ രാജാ സോമപീയൂഷവർഷിണീം ദേശിനീം രോദമാനായാം നിദധേ സദയാന്വിതഃ. ക്ഷുത്ക്ഷാമായ മുഖേ രാജാ സോമപീയൂഷവർഷിണീം ദേശിനീം രോദമാനായ നിദധേ സദയാന്വിതഃ. ആ വനസ്പതികളുടെ രാജാവായ, എന്ന് വെച്ചാൽ വനസ്പതി എന്ന് പറഞ്ഞാൽ മരങ്ങൾ, വൃക്ഷങ്ങൾ, അതിൻ്റെ രാജാവായ സോമൻ വിശന്ന് നിലവിളിക്കുന്ന അവളുടെ വായിൽ അമൃതവർഷം ചെയ്യുന്ന തൻ്റെ ചൂണ്ടുവിരൽ ദയോടെ വെച്ച് കൊടുത്ത് കുഞ്ഞ് കരയുക. അപ്പോൾ എന്താ, സോമൻ, വനസ്പതികളുടെ സോമനായ വനസ്പതികൾ ക്ഷുക്ഷാമാ മുഖേ രാജ സോമ പീയൂഷവർഷം ദേശിനിയും രോദമാനായ നദതേ ദയാനിത. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. വായിലേക്ക് അതിന് പറ്റും. എന്ത് ചെയ്തു, തൻ്റെ ചൂണ്ടുവിരൽ വളരെ ദയാപൂർവം ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. പ്രജാവിസർഗാധിഷ്ഠാപിത്ര മാമനുവർത്തത തത്ര കന്യാംബരാരോഹാം താമുദ്വഹത മാചിരം. എന്നെ തന്നെ അനുസ്മരിക്കുന്ന പിതാവിനാൽ പ്രജാസൃഷ്ടിയിൽ നിയുക്തരായ നിങ്ങൾ സുന്ദരിയായ കന്യകയെ താമസിയാതെ വിവാഹം ചെയ്യുക എന്നാണ് പറഞ്ഞത്. പ്രജാസൃഷ്ടിയിൽ നിയുക്തരായ നിങ്ങൾ, പിതാവിൻ്റെ പിന്നെ ഓർഡറാണ് പ്രജാസൃഷ്ടി ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്നെ തന്നെ അനുസ്മരിക്കുന്ന പിതാവ്, അതായത് മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ നാരായണൻ്റെ, ശ്രീനാരായണൻ്റെ, ഹരിയുടെ ഭക്തനായ ആ പിതാവിൻ്റെ പിതാവിനാൽ നിയുക്തരാണ് നിങ്ങൾ. എന്തിന്? പ്രജാസൃഷ്ടിക്ക്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഹൃദയമർപ്പിച്ച് പിന്നെ സുന്ദരിയായ കന്യകയെ താമസിയാതെ വിവാഹം ചെയ്യുക എന്ന് ശ്രീഹരി ഇവരെ പ്രത്യക്ഷപ്പെട്ട് നിന്നപ്പോൾ, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞല്ലോ അവരുടെ മുമ്പിൽ നിന്ന്. ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ പറയാം. ഇതൊക്കെ ശ്രീ ഭഗവാൻ ഉവാചയ കേട്ടോ. അപൃദ്ധർമ്മശീലാനാം സർവേഷാം വസുമധ്യമ അപൃദ്ധക് ധർമ്മശീലേയം ഭൂയാത് പജ്ഞാർപ്പിതാശയ. അപൃദ്ധക് ധർമ്മശീലാനാം സർവേഷാം സുമധ്യമ. ഒരേ ധർമ്മവും ശീലവുമുള്ള എല്ലാവർക്കും ഒരേ ധർമ്മവും ഒരേ ശീലങ്ങളുമാണ്. അതേ വിധം ധർമ്മവും ശീലവും ഉള്ളവളുമാണ് ഇവൾ. നിങ്ങളിൽ ഹൃദയമർപ്പിച്ചവളുമായ ഈ സുന്ദരി നിങ്ങളുടെ പത്നിയായി തീരട്ടെ. ഭഗവാൻ അനുഗ്രഹവും കൊടുത്തു. ദിവ്യവർഷ സഹസ്രാണാം സഹസ്രമഹദൗജസഹ ഭൗമാൻ ഭോക്ഷ്യത ഭോഗാൻ വൈ ദിവ്യാംശാനുഗ്രഹാൻ മമ. ദിവ്യവർഷ സഹസ്രാണാം സഹസ്രമഹദൗജസഹ ഭൗമാൻ ഭോക്ഷ്യഥ ഭോഗാൻ വൈ ദിവ്യാൻ ചാനുഗ്രഹാൻ മമ. ദിവ്യാംശ്ചാനുഗ്രഹാൻ മമ എന്നുള്ളത് പിരിച്ച് ദിവ്യാൻ ചാനുഗ്രഹാൻ മമ എന്ന് വായിച്ചാൽ മതി. ആരാലും തടുക്കപ്പെടാൻ കഴിയാത്ത ഒരു ശക്തിയോട് കൂടിയ ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ അനുഗ്രഹവും ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ ലോകത്തിലും പരലോകത്തിലും അനേകം സുഖഭോഗങ്ങൾ നിങ്ങൾ അനുഭവിക്കുക. അധ മയ്യനപായിന്യ ഭക്ത്യ പക്വഗുണാശയാഹ ഉഭയാസ്യഥ മദ്ധാമ എൻ്റെ ധാമത്തിൽ നിർവിദ്യ നിരയാദതഃ. അതുകൊണ്ട് പിന്നെ എന്നിലുള്ള ഭക്തി കൊണ്ട് ഉണ്ടോ, മൈ അനപായിന്യ ഒരു ഏകാന്ത ഭക്തിയാൽ കാമാദി വാസനകളില്ലാതായി തീർന്ന്, ആഗ്രഹങ്ങളൊന്നുമില്ലാതെയായി തീർന്ന് ഈ നരകതുല്യമായ ഭോഗജാലത്തിൽ നിന്ന്, ഇതൊക്കെ ഭോഗജാലം, ഈ ഭോഗം അനുഭവിക്കുന്ന സ്ഥലമാണത്. ഇവിടെ എല്ലാം ആ സുഖം അനുഭവിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് വൈരാഗ്യം, അതായത് ഇതിനോടൊക്കെ വിരാഗത,
അതിനോടൊന്നും ഒരു ഒട്ടലില്ലാതെ വരുമ്പോൾ ആ വൈരാഗ്യം പ്രാപിച്ചിട്ട് എൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നിങ്ങൾ വന്നുകൊള്ളുക, വിഷ്ണു ലോകത്തിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക. അപ്പോൾ അതും കൊടുത്തു, മുക്തിയും കൊടുത്തു അവർക്ക് ആ ജീവിത അവസാനം. ഗൃഹേഷു ആവിശതാം ചാപി പുംസാം കുശലകർമ്മണാം മദ്വാർത്തായാതയാമാന ന ബന്ധായ ഗൃഹാമതാഃ. ഗൃഹേഷു ആവിശതാം ചാപി പുംസാം കുശലകർമ്മണാം മദ്വാർത്തായതയാമാനം ന ബന്ധായ ഗൃഹാമതാഃ. ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ഭാഗവത ധർമ്മങ്ങളോട് കൂടിയവരും എൻ്റെ ദിവ്യമായ ആ ലീലകൾ തന്നെ അതിനെ എൻ്റെ കഥകളെ ദിവസവും ഓർമ്മിച്ച് അത് പാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിവസങ്ങൾ കഴിക്കുന്നവരുമായ പുണ്യാത്മാക്കൾ കുറേ പേരൊക്കെ ഉണ്ട്. ഗൃഹാദികൾ ഒരു വിധത്തിലും ബന്ധനത്തിന് കാരണമാവുകയില്ല. നിങ്ങൾ ഗൃഹസ്ഥ അത് ഇവിടെ നമ്മളെപ്പോലെയുള്ളവർക്ക് വളരെ ആശ്വാസം തരുന്ന ഒരിതാണ്. ഗൃഹസ്ഥാശ്രമികൾക്ക് മോക്ഷം ലഭ്യമാകുമോ എന്നുള്ളത്. അതിനകത്ത് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ധ്യാനിച്ചാൽ മതി, എന്നെ വിചാരിച്ചാൽ മതി, എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കണം, എന്നെ വിട്ടു പോകരുത്. അത് ഇപ്പോൾ എപ്പോഴും നമുക്ക് നമ്മളുടെ ഗൃഹസ്ഥാശ്രമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭഗവാനെയൊക്കെ വിസ്മരിക്കേണ്ടി വരും. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ ഈ ഗൃഹസ്ഥാശ്രമം ഒരിക്കലും ഒരു തടസ്സമാവുകയില്ല. എൻ്റെ സ്ഥാനത്തെത്താൻ വിഷ്ണു ലോകം ഗമിക്കാൻ ഒരു തടസ്സമാവുന്നേയില്ല. അത് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ഭാഗവത ധർമ്മങ്ങളോട് കൂടിയവരും എൻ്റെ ദിവ്യമായ കഥയെ കേൾക്കുന്നവരും അത് ദിവസവും അനുസന്ധാനം ചെയ്യുന്നവരും, അല്ലെങ്കിൽ അതിനെ പാടി പുകഴ്ത്തുന്നവരും, അതായത് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മഹാവിഷ്ണു 4 കൈയും കാലും ഒക്കെ ഉള്ള എന്തോ ഒരു സാധനം അങ്ങനെ വിചാരിക്കരുത്. സകലതിനും കാരണഭൂതനും സകലതിനും എന്ത് ഇവിടെ നടക്കുന്നത് ആ ഭഗവാൻ അറിയാതെ നടക്കുന്നില്ല. അതെന്താണെന്ന് നമുക്ക് ശരിക്കും ഇന്നതാണ് എന്ന് കാണിക്കാൻ പറ്റില്ല. തീ എന്താണെന്ന് കണ്ടാൽ അത് തീയാണ്. തീയുടെ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ മാറി നിന്ന് നമുക്ക് പറ്റില്ല. അതിൻ്റെ അടുത്ത് കൈ വെക്കണം, അപ്പം മനസ്സിലാവും എന്താണെന്ന്, അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാനെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. ശ്രമം പോലും നടക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ തനിയേ വന്നുകൊള്ളും. അതാണ് ഇങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തൊട്ടു പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ടും കൂടെ കുറച്ച് വെച്ചിട്ടുണ്ട് വ്യാസഭഗവാൻ എഴുതി. നമ്മളെപ്പോലെയുള്ള ഗൃഹസ്ഥർക്ക് ഒരു ആശ്വാസം. അതുപോലത്തെ പുണ്യാത്മാക്കൾക്ക് ഗൃഹാദികളിൽ ഒരു വിധത്തിലും ബന്ധമായി കാണുന്നത് അതൊരു ബന്ധമായിട്ട് വരുന്നില്ല. അതിനൊരു തടസ്സമാകുന്നില്ല. ഭഗവത് സേവയ്ക്ക് ഈ ഗൃഹസ്ഥാശ്രമം തടസ്സമായി വരുന്നേയില്ല. നവ്യവത് ഹൃദയേ യജ്ഞം എന്നാണേ. അത് ഒന്നിച്ച് പറഞ്ഞപ്പോഴാണ് ധാ വന്നത്, തിരുത്താനല്ല. നവ്യവത് ഹൃദയേ എന്നാണ് വാക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ. നവ്യവത് ഹൃദയേ യജ്ഞോ ബ്രഹ്മൈതത് ബ്രഹ്മവാദിഭിः ന മുഹ്യന്തി ന ശോചന്തി ന ഹൃഷ്യന്തി യതോ ഗതാഃ. നവ്യവത് ഹൃദയേ യജ്ഞോ ബ്രഹ്മൈതത് ബ്രഹ്മവാദിഭിः ന മുഹ്യന്തി ന ശോചന്തി ന ഹൃഷ്യന്തി യതോ ഗതാഃ. ഇതുപോലെ കഥ കേൾക്കുകയും സർവജ്ഞനായ ഞാൻ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കേൾക്കുന്നവരുടെ നവ്യവത് ഹൃദയേ നൂതന ഭാവത്തിൽ പുതിയ ഭാവത്തിൽ വ്യാപിക്കുന്നു, അല്ലേ. ഭഗവാൻ എന്നും പുതിയതാണ് നമുക്ക്, അല്ലാതെ ഒരു പഴയ സാധനം ഇരിക്കുന്ന പോലെയാണോ തോന്നുന്നത്? പഴയ സാധനം എന്തോ ആണ്, തുരുമ്പ് പിടിച്ച് ചെറുതായിട്ടാണോ ഭഗവാനെ കാണുന്നത്? അല്ല, ഭഗവാന്റെ മഞ്ഞപ്പെട്ട് എന്നും നല്ല പുതിയതായിരിക്കും നമ്മുടെ മനസ്സിൽ, അല്ലേ. ഭഗവാൻ കൊടുത്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി നമുക്ക് അറിഞ്ഞുകൂടാ. കോടാനുകോടി വർഷങ്ങളായില്ലേ നമ്മൾ പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായത്. പിന്നെ ഇതുപോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ട് 1000 വർഷങ്ങളെന്നും 10,000 വർഷങ്ങളെന്നും അങ്ങനത്തെ കണക്കൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനകത്തും പ്രതിപാദിച്ചിരിക്കുന്നപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പാണ്. അത്രയും പഴക്കം നമുക്ക് ആ വസ്ത്രത്തിന് നമുക്ക് തോന്നുന്നില്ലല്ലേ. ഭഗവാന്റെ മഞ്ഞപ്പെട്ട് എന്നും പുതിയതാണ്. അതുപോലെ ഇല്ല, ഭഗവാന്റെ ഗതയ്ക്ക് ക്ലാവ് പിടിച്ചിട്ടില്ല. നല്ല ഒന്നാന്തരം സ്വർണ്ണം കൊണ്ടുള്ള ഗത തന്നെയാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ കൗസ്തുഭത്തിന് നിറം മങ്ങിയിട്ടില്ല. ഭഗവാന്റെ വനമാലയ്ക്ക് ഇപ്പോഴും മണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയതാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. അതാണ് നൂതനമായി വ്യാപിക്കുന്നു. ഈ ബ്രഹ്മം ഞാൻ തന്നെ.
ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമല്ലേ. ഇവിടുന്ന് നമ്മളെ കടന്നു പോയ നമ്മളുടെ പിതൃക്കളുണ്ട്, അവർ ജീവിച്ചിരുന്നു ഇവിടെ അല്ലേ. അന്നും ഉണ്ടായിരുന്ന ഭഗവാൻ, അന്നും അവരും ഭഗവാനെ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നത് 2000 വർഷം പഴക്കമുള്ളതാണെന്നും 3000 വർഷം പഴക്കമുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നും ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ 2000 വർഷത്തെ പഴക്കം ഭഗവാൻ നമ്മൾ കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല. അന്ന് നൂതന ഭാവമാണ്. അതുപോലെ തന്നെ ഞാൻ ബ്രഹ്മമാണ്. അതുകൊണ്ട് തന്നെ അതിന് പഴയത് പുതിയത് എന്നുള്ള ഭാവമില്ല. അതിനെ പ്രാപിച്ചവർ അതിനെക്കുറിച്ച് അത്യന്തമായിട്ട് ഒരുപാട് മോഹം ഉണ്ടാകുകയോ എന്നുവെച്ചാൽ മായയിൽ പെടുകയോ അതുപോലെ ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞു. ഏവം ബ്രുവാൺ മൈത്രേയ ഉവാച ഏവം ബ്രുവാണം പുരുഷാർത്ഥഭാജനം ജനാർദ്ദനം പ്രാഞ്ജലയ പ്രചേതസ തദ്ദർശന ധ്വസ്ത തമോ രജോമല ഗിരാ ഗൃണൻ ഗദ്ഗദയാ സുഹൃത്തമം. ഒന്നുകൂടെ അത് വായിക്കാം. ഏവം ബ്രുവാണം പുരുഷാർത്ഥഭാജനം ജനാർദ്ദനം പ്രാഞ്ജലയ പ്രചേതസഃ തദ്ദർശന ധ്വസ്ത തമോ രജോമല ഗിരാഗൃണൻ ഗദ്ഗദയാ സുഹൃത്തമം. ഇങ്ങനെ പറയുന്നവനും പരമപുരുഷാർത്ഥം, ധർമ്മമർത്ഥം കാമം മോക്ഷം, ഇതാണ് പരമപുരുഷാർത്ഥം നൽകുന്നവനും അതുപോലെ പരമസുഹൃത്തും നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനുമായ ഭഗവാനെ പ്രചേതസ്സുകൾ മാലിന്യങ്ങളില്ലാത്തവരായി സ്തുതിച്ചു. കണ്ടോ, കണ്ടോ, തദ്ദർശന ധ്വസ്ത തമോ രജോ മല എന്ന് പറഞ്ഞാൽ അഴുക്ക്, മാലിന്യങ്ങളില്ലാത്തവരായിട്ട് സ്തുതിച്ചു. പ്രചേതസ്സുകൾ പറയുന്നത്. ഇനി പ്രചേതസ ഊജുഹോ. പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞത് ഒന്നായിട്ട് പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞെങ്കിലും അതിനെ ബഹുവചനമല്ല ഏകവചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഊജുഹോ. നമോ നമ ക്ലേശവിനാശനായ നിരൂപിതോദാരഗുണാഹ്വയായ മനോവചോ വേഗപുരോജവായ സർവാക്ഷമാർഗൈര അഗതാധ്വനേ നമഃ. സർവാക്ഷമാർഗൈരഗതാധ്വനേ നമഃ. ഒരു സ്തുതിയാണിത് കേട്ടോ. ക്ലേശവിനാശനാണ് എന്ന് വർണ്ണിക്കപ്പെട്ട ഗുണഗണങ്ങളോട് കൂടിയവനും ആയിട്ടുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. മനസ്സിൻ്റെയും വാക്കിൻ്റെയും ഒക്കെ വേഗത്തേക്കാൾ അധികം വേഗമുള്ളവൻ, അതിനേക്കാൾ എളുപ്പം പ്രാപിക്കാൻ പറ്റും. മനസ്സിൻ്റെ വേഗം ഏറ്റവും ഇതാണല്ലേ. നമുക്കിപ്പോൾ ഇവിടെ ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ അമേരിക്ക കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലൊന്നും ചിന്തിച്ചാൽ ആ ചെന്നിറങ്ങിയ സ്ഥലവും നമ്മൾ അവിടെ കണ്ട ചില കാഴ്ചകളും നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും. അതുപോലെ വാക്ക് അതിൻ്റെയൊക്കെ വേഗത്തേക്കാൾ അധികം വേഗമുള്ളവനും അതുകൊണ്ട് തന്നെ ഒരു ഇന്ദ്രിയത്തിനും ഗ്രഹിക്കാൻ കഴിയാത്ത മാർഗത്തോടു കൂടിയവനുമായ അങ്ങേക്ക് നമസ്കാരം. നമുക്കൊന്നുകൊണ്ടും നമ്മുടെ ഈ 10 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി 10 ഇന്ദ്രിയങ്ങളുള്ള ഒന്നുകൊണ്ടും നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ മനസ്സെന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെയും പറ്റുന്നത്. എങ്കിലും അതും ഒരു പരിധി വരെ പറ്റുള്ളൂ അല്ലേ. രുചിച്ചറിയുക എന്ന് മാത്രമേ പറ്റൂ. ഭഗവാന്റെ ആ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമോ നമ ക്ലേശവിനാശനായ നിരൂപിതോദാരഗുണാഹ്വയായ മനോവചോ വേഗപുരോജവായ സർവാക്ഷമാർഗൈരഗതാധ്വനേ നമഃ. അങ്ങനെയുള്ള അങ്ങേക്കായിട്ട് ആ മാർഗത്തോട് കൂടിയ ഒന്നിനും ഗ്രഹിക്കാൻ കഴിയാത്ത മാർഗത്തോട് കൂടിയവനായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ശുദ്ധായ ശാന്തായ നമസ്വനിഷ്ഠയ മനസ്യപാർത്ഥം വിലസദ്വയായ നമോ ജഗസ്ഥാന ലയോദയേഷു. നമോ ജഗസ്ഥാന ലയോദയേഷു ഗൃഹീത മായാഗുണവിഗ്രഹായ. സ്വന്തം നിഷ്ഠയാൽ വളരെയധികം പരിശുദ്ധനും അതുകൊണ്ട് തന്നെ ശാന്തമായ മനസ്സോ എന്ന ഉപാധി ഉള്ളതുകൊണ്ട് ഈ ദ്വൈത പ്രപഞ്ചത്തിന് 2 എന്ന് കാണുന്ന, അതായത് ഞാനും പ്രപഞ്ചവും വേറെ എന്ന് കാണുന്ന, അതാണ് ഈ ദ്വൈത പ്രപഞ്ചത്തിന് ഒറ്റ അവലംബവും. ജഗസൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ അതെല്ലാം ഇതെല്ലാം മായാഗുണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ തോന്നിക്കുന്നത്. വിഷ്ണു മഹേശ്വര ബ്രഹ്മാദി ഭാവം, അതായത് 3 ഭാവങ്ങൾ ദ്വൈത പ്രപഞ്ചത്തിന്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ അതേതൊക്കെയാണ്? സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി വിഷ്ണു, സംഹാരം മഹേശ്വരൻ. ആ ഭാവം വഹിക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. ഇതെല്ലാം ഭഗവാൻ ഒന്ന് തന്നെ
3 ഭാവങ്ങൾ വഹിക്കുന്നു. അതാരാണെന്ന് മാത്രം ഒന്നാണ്. ആ ഒന്നിനെ ഞങ്ങൾ സ്മരിക്കുന്നു. നമോ വിശുദ്ധ സത്വായ ഹരയേ ഹരിമേധസേ വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവസാത്വതാം. വിശുദ്ധ സത്വനും സംസാര ദുഃഖത്തെയെല്ലാം ഇല്ലാതാക്കുന്നവനും ബുദ്ധിക്ക് വിഷയബോധനും സർവ ദുഃഖ ഇല്ലാതാക്കുന്നവനും എല്ലാവർക്കും ആയവനും സ്വയം തന്നെ പ്രകാശിക്കുന്നവനും അതുപോലെ തന്നെ ഭക്തരെ പരിപാലിക്കുന്നവനും അതുപോലെ കൃഷ്ണനും വാസുദേവനുമായ അങ്ങേക്ക് നമസ്കാരം. ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്, കൃഷ്ണനും വാസുദേവനും ആയ. കണ്ടോ, നമോ വിശുദ്ധ സത്വായ ഹരേ ഹരിമേധസേ വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവസാത്വതാം. ഇവിടെ അവിടെ ഭഗവാൻ കൃഷ്ണനെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മൈത്രേയ മഹർഷി വിതുരരോട് പറയുന്നതാണ് ഈ കാര്യം. അതിനകത്തെ കഥയാണ് ഈ പ്രചേതസ്സുകൾ പറയുന്നതും ഒക്കെ വരുന്നത്. അപ്പം ആ കൃഷ്ണൻ്റെ കാര്യം ഇവിടെ കൃഷ്ണൻ എന്ന് തന്നെ, വസുദേവരുടെ പുത്രനായ കൃഷ്ണനെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. മഹാവിഷ്ണു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, നാരായണൻ എന്ന് പറഞ്ഞു, സകലത്തിനും ആദിയും അന്തവുമില്ലാത്ത ഒന്നായ ബ്രഹ്മം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ത്രിമൂർത്തികളിലും അദ്ദേഹം അതിനകത്ത് തന്നെ നമ്മളാ പറഞ്ഞ അതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞു അതായത് മഹാവിഷ്ണു നാരായണൻ, നമ്മളിപ്പോൾ പറഞ്ഞ ആ നാരായണൻ സകലതുമാണ്. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ഗുണങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് തന്നെയാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം എന്താണ്? കൃഷ്ണായ വാസുദേവായ, വാസുദേവനായ ആണ് അങ്ങെന്ന അവനും അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമ കമലനാഭായ നമ കമലമാലിനേ നമ കമലപാദായ നമസ്തേ കമലേക്ഷണ. അതൊരു സ്തുതിയാണ്, വേറൊന്നും പറയണ്ട. നമ കമല കിഞ്ചൽക്ക പിശങ്കാമലവാസസേ സർവബോധനിവാസായ നമോ യുങ്ഷ്മാഹി സാക്ഷിണേ. എല്ലാത്തിനും സാക്ഷിയായ അങ്ങയ്ക്ക് അത് വെക്കാതെ നമ കമല കിഞ്ചൽക്ക പിശങ്ക അമലവാസസ, അതായത് മഞ്ഞപ്പട്ടുടുത്തവനും അങ്ങേക്കായി നമസ്കാരം. സർവ്വാശ്രയം, എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്നവനും സർവത്തിനും സാക്ഷിയായി നിൽക്കുന്ന അങ്ങേക്ക് നമസ്കാരം. പിന്നെ അതൊന്നും തിരുത്താനില്ല. നമ കമല കിഞ്ചൽക്ക കിഞ്ചൽക്ക നിർത്തിയിട്ട് പിശങ്ക അമലവാസസേ സർവഭൂത നിവാസായ നമേയുങ്ഷ്മഹി സാക്ഷിണേ. എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നവനും. രൂപം ഭഗവതാ ഏതത് അശേഷക്ലേശസംക്ഷയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യത് അനുകമ്പിതം. രൂപം ഭഗവതാം ഏതത് അശേഷക്ലേശസംശയം എന്നാക്കണം. വായിക്കുമ്പോൾ അങ്ങനെ കേൾക്കണം. ത്വേതത് അശേഷ ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യത് അനുകമ്പിതം. സർവക്ലേശത്തെയും ദുഃഖത്തെയും നശിപ്പിക്കുന്ന ഈ ഭഗവാന്റെ ദിവ്യ രൂപം വളരെ ദുഃഖിതരായ ദുഃഖം കൊണ്ട് വിഷമിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് പ്രകാശിപ്പിച്ചല്ലോ. ഞങ്ങൾ വളരെ ദുഃഖം അനുഭവിക്കുന്നവരാണ്. ഞങ്ങളുടെ മുമ്പിൽ ഈ രൂപം, എല്ലാവർക്കും കണ്ണിന് കുളിർമയേകുന്ന ഈ രൂപം കാട്ടിത്തന്നല്ലോ. അതിനേക്കാൾ വലുതായി എന്തൊരനുകമ്പയാണ് ഞങ്ങൾക്ക് വേണ്ടത്? ഇനി എന്തനുകമ്പയാണ് ഞങ്ങൾക്കതിൽ കൂടുതൽ വേണ്ടത്? ഒന്നും വേണ്ട എന്ന്. രൂപം ഏതാവത്വം ഹി വിഭുഭിർ, അവിടം വരെ. ഏതാവത്വം ഹി വിഭുഭിർ ഭാവ്യം ദീനേഷു വത്സലൈഃ യദനുസ്മര്യതേ കാലേ സ്വബുദ്ധ്യാഭദ്ര രന്ധന എന്നാക്കണം. രന്ധന എന്ന് വേറൊരു വാക്കായിട്ട് വായിക്കണം. ഏതാവത്വം ഹി വിദുഭിർ ഭാവ്യം ദീനേഷു വത്സലൈഃ യദനുസ്മര്യതേ കാലേ സ്വബുദ്ധ്യാഭദ്ര രന്ധന. അതുപോലെ പാപമെല്ലാം ഇല്ലാതാക്കുന്നവനെ വിഭാവ്യം ദീനേഷു വത്സലൈ യദനുസ്മര്യതേ കാലേ. പാപനാശക, എന്താ? ഉചിത സമയത്ത്, വേണ്ട സമയത്ത് ഇവർ സ്വന്തം ആളുകൾ എന്ന നിലയിൽ സ്മരിക്കപ്പെടുക എന്നുള്ളത് മാത്രമേ വാത്സല്യമുള്ള പ്രഭുക്കന്മാരാൽ ദുഃഖിതരിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ദുഃഖിതരിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ദീനഭാവം വരുമ്പോൾ അവരെ എൻ്റെ ആശ്രിതരാണ്, എന്നെ സ്മരിക്കുന്നവരാണ് അവരെന്നുള്ള ആ വാത്സല്യം ആ പ്രഭുക്കൾക്കുണ്ടാകണം, അല്ലേ? നമ്മൾ സാധാരണ ഒരു അടിമയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ പ്രഭു ഒന്ന് നമ്മളെ കഴിഞ്ഞാൽ മതി,
നമ്മളോട് കഴിഞ്ഞാൽ മതി. അവർ എനിക്ക് എനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ്, എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ എന്നുള്ള ആ വാത്സല്യം ആ പ്രഭുക്കൾക്ക് ഉണ്ടായാൽ ആ ദാസഭാവമുള്ളവന് എപ്പോഴും സുഖമായിരിക്കും അല്ലേ? അങ്ങനെയാണല്ലോ. അവൻ ഒരു അലിവ് അങ്ങോട്ട് തോന്നിയാൽ ഒരു ഭൃത്യനോട് യജമാനന് തോന്നുന്ന ഒരു വികാരം വളരെ സൗമ്യവും ദയാപൂർണവും കരുണയുള്ളതും ആണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു സത്യത്തിൽ, ഇല്ലേ? പ്രഭുവിന് എന്ത് ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ദരിദ്രനായ ഒരു സേവകനാണ് തനിക്കുള്ളത്. അവൻ്റെ ദൈന്യതയിൽ ഒരു കരുണ തോന്നിയാൽ അവന് അയ്യോ പാവമല്ലേ അവനൊന്നും ഇല്ലല്ലോ, ഞാൻ കൊടുത്താലേ ഉള്ളൂ അവന് ആ പ്രഭുവിന് തോന്നിയാൽ, ആ യജമാനന് തോന്നിയാൽ അവൻ ആ ദാസൻ രക്ഷപ്പെട്ടു. അവന് പിന്നെ ഒന്നും ചിന്തിക്കണ്ട, അവനെല്ലാം വേണ്ടതെല്ലാം ആ യജമാനൻ കൊടുത്തുകൊള്ളും. അങ്ങനെയുള്ളൊരു സേവ്യഭാവം സേവകനും പിന്നെ പ്രഭുവുമായിട്ടുള്ള ഭാവം അങ്ങയിൽ ഞങ്ങൾക്കുണ്ട്. അതാണ്, അത്രയേ ഉള്ളൂ. യഥാപത്വം ഹി വിഭുഭിർ ഭാവ്യം ദീനേഷു വത്സലൈഹി, ദീനന്മാരിൽ വാത്സല്യമുള്ള പ്രഭുക്കന്മാരെ അതുപോലെയുള്ളൂ. യദനുസ്മര്യതേ കാലേ സ്വബുദ്ധ്യാഭദ്ര രന്ധന. പിന്നെ ആ വാത്സല്യമുള്ള പ്രഭുക്കന്മാരാൽ ദുഃഖിതരിൽ ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ ദുഃഖത്തിൽ എന്ത് വേണമെങ്കിലും അവർ ചെയ്തു കൊടുക്കും. യേനോപശാന്തിർഭൂതാനാം ക്ഷുല്ലകാനാം അപീഹതാം അന്തർഹിതോന്തർഹൃദയേ കസ്മാന്നോ വേദനാശിഷഃ. യേനോപശാന്തിർഭൂതാനാം ക്ഷുല്ലകാനാം അപീഹതാം അന്തർഹിതോന്തർഹൃദയേ കസ്മാന്നോ വേദനാശിഷഃ. യേനോപശാന്തിർഭൂതാനാം ക്ഷുല്ലകാനാം അപീഹതാം അന്തർഹിതോന്തർഹൃദയേ. അത് പറയുന്നത് ആ ചിന്തയുള്ളത് കൊണ്ട് ദുഃഖിതർക്ക് സുഖമുണ്ടാകുന്നു. ഈ ഭഗവാൻ ഉണ്ടല്ലോ എന്നുള്ള ഇത് കൊണ്ട് തന്നെ ദുഃഖിതരായിട്ടിരിക്കുന്നവർക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഭഗവാനിൽ സ്നേഹമുണ്ടെങ്കിൽ, ഭഗവാനിൽ എല്ലാം അർപ്പിച്ച് നമ്മൾ അനാഥരാണ്, ഭഗവാനിൽ നമ്മുടെ എല്ലാ ക്ലേശങ്ങളും ഭഗവാനോടങ്ങ് പറയുക, ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്ന ആളിന് പരമസുഖമുണ്ടാകും. എന്തുകൊണ്ടാണ്? നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഭഗവാൻ, ഇത്തിരിയല്ല പൂർണ്ണ വിശ്വാസം ഭഗവാൻ രക്ഷപ്പെടുത്തിക്കൊള്ളുമെന്ന്. അങ്ങനെ എത്ര തന്നെ നിസ്സാരമാണെങ്കിലും സർവ്വപ്രാണികളുടെയും ഹൃദയത്തിൽ വർത്തിക്കുന്ന അങ്ങ്, എത്ര കുഞ്ഞ് ഉറുമ്പിൽ പോലും വസിക്കുന്നത് ഭഗവാന്റെ അംശമാണ്, ഭഗവാനാണ്. ആ ഭഗവാൻ സ്വരൂപം അതിലില്ലാതാകുമ്പോൾ അത് ഇല്ലാതാകുന്നു, ആ ജീവി ഇല്ലാതാകുന്നു. അതുകൊണ്ട് അങ്ങ് സർവ്വ പ്രാണികളുടെയും ഹൃദയത്തിൽ വർത്തിക്കുന്നു. സകാമന്മാരായ എന്നുവെച്ചാൽ കാമികളായ, ഓരോന്നിനോടും ആഗ്രഹം ഉള്ളവരായ ഞങ്ങൾ എങ്ങനെ അറിയാതിരിക്കും? ഞങ്ങളുടെ ആഗ്രഹം എങ്ങനെ അങ്ങ് അറിയാതിരിക്കും? ഞങ്ങളിങ്ങനെ കാമികളാണല്ലോ, ഓരോന്നിനോടുള്ള കാമം, ആ കാമം അങ്ങ് അറിയാതെ പോവുകയില്ലല്ലോ. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അസാവേവ വരോസ്മാകം ഈപ്സിതോ ജഗതപതേ പ്രസന്നോ ഭഗവാൻ യേഷാം അപവർഗ ഗുരുർഗതി. അതൊക്കെ വായിക്കുമ്പോൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി, അല്ലാതൊന്നുമില്ല. അസാവേവ വരോസ്മാകം ഈപ്സിതോ ജഗതപതേ പ്രസന്നോ ഭഗവാൻ യേഷാം, പിന്നെ മാ വെട്ടിയിട്ട് അപവർഗ ഗുരുർഗതി. അല്ലയോ ജഗന്നാഥ, ജഗതപതേ, ജഗന്നാഥ, ജഗത്തിൻ്റെ നാഥ, മോക്ഷപ്രദായകനാണ്, പുരുഷാർത്ഥബോധനാണ്. അതായത് കാമമർത്ഥ മോക്ഷം അല്ലേ? അതാണ് 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മമുണ്ട് ആദ്യം കേട്ടോ. അങ്ങ് ഞങ്ങളുടെ നേരെ പ്രസന്നനായോ? ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ട വരം ആ പ്രസാദം മാത്രമാണ്. അതാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, പ്രസീദ, എന്നിൽ പ്രസാദിക്കുക. എന്നോട് സന്തോഷം തോന്നിയാലോ, നമ്മളോട് സന്തോഷം തോന്നുന്ന ആർക്ക് നമ്മളോട് സന്തോഷം തോന്നിയാലും നമ്മൾക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് ലഭിക്കും, ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ അവരുടെ അനുഗ്രഹം, അവരുടെ കടാക്ഷം, അവരുടെ ചിരി, അവരുടെ മനസ്സാകുന്ന അവരുടെ മനസ്സുകൊണ്ടുള്ള നമ്മളോടുള്ള സ്നേഹം, അതൊക്കെ തന്നെ നമുക്കൊരുപാട് ഉത്തേജനം തരുന്നുണ്ട് പലർക്കും, മനുഷ്യരിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം പിന്നെ ഭഗവാനാണെങ്കിലോ പറയാനുണ്ടോ? നമ്മളോട് സ്നേഹമുണ്ട് ഭഗവാൻ എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖമേ ഇല്ല.
വരം വൃണീമഹോധാപി നാഥ ത്വത് പരതപരാധ ന ഹ്യന്തസ്ത്വദ് വിഭൂതീനാം സോനന്ദ ഇതി ഗീയസേ. വരം അഹേധാപി ഒന്നുകൂടെ വായിക്കാമേ. വരം വൃണീമഹേധാപി നാഥ ത്വത് പരതപരാധ ന ഹ്യന്തസ്ത്വദ് വിഭൂതീനാം സോനന്ദ ഇതി ഗീയസേ. അല്ലയോ നാഥ, എന്നാലും അങ്ങ് പരാത്പരനാണ്. പരന്മാരിൽ വെച്ച് പരനാണ്. അങ്ങിൽ നിന്ന് ഒരു വരം ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങിൽ നിന്ന് അങ്ങ് തന്ന വരം സ്വീകരിക്കുന്നു. അങ്ങയുടെ പ്രസാദത്തിനൊരു അവസാനമില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് അനന്തനെന്ന് എന്നുവെച്ചാൽ അനന്തനാണ്, തുടക്കവുമില്ല അവസാനവുമില്ല, അനന്തനെന്ന് ഗാനം ചെയ്യപ്പെടുന്നു. പാരിജാതോഞ്ജസാബ്ലബ്ധേ സാരംഗോന്യന്ന സേവതേ ത്വദംഘ്രിമൂലമാസാദ്യ സാക്ഷാത് കിം കിം വൃണീമഹേ. പാരിജാതേഞ്ജസാ ലബ്ധേ സാരംഗോന്യന്ന സേവതേ ത്വദംഘ്രിമൂലമാസാദ്യ സാക്ഷാത് കിം കിം വൃണീമഹേ. 32. പാരിജാതം പ്രയാസമില്ലാതെ കിട്ടിയാൽ വണ്ട് പിന്നെ വേറെ വല്ലതിനെ ആശ്രയിക്കുമോ? വേറെ പൂക്കളിലോട്ട് പോകുമോ? ഏറ്റവും ശ്രേഷ്ഠമായ പൂവാണ് പാരിജാതം. അത് അതിൽ വന്ന് പറ്റിപ്പിടിച്ചാൽ പിന്നെ വേറെ പൂക്കൾ തേടി പോകുമോ? അങ്ങനെ ഞങ്ങളും ഭഗവാനെ ഭഗവാന്റെ അടുത്ത് വരെ എത്തിയിട്ട് ഞങ്ങൾ ഇനിയും വേറെ എന്താണ് വരിക്കേണ്ടത്? ആ പാദം ലഭിച്ചിട്ട് പിന്നെ വേറെ വരങ്ങൾ എന്താണ് വരിക്കേണ്ടത്? ഇനി ഒന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല ഹരേന്ന് പറയുന്നു. ഹരി ഓം.